സാറേ, വെഞ്ഞാറമൂട്ടിൽ അഫാൻ ഒരു കുടുംബത്തിലെ എത്ര പേരെ കൊന്നു? അപ്പോൾ നമ്മൾ ആ വാർത്ത ഇതുവരെ കേട്ടെങ്കിലും ഇനിയും 2 പേരെ കൂടെ കൊല്ലാൻ പ്ലാൻ ഇട്ടു എന്നതിൻ്റെ ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഇവരുടെ ബന്ധുവായ ഒരു സ്ത്രീയും മകളും ഇവരോട് 5 ലക്ഷം രൂപയും മറ്റും ചോദിച്ചിരുന്നു. അത് കൊടുത്തില്ല. അപ്പോൾ ഇയാളെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ ക്ഷീണിച്ചു. രാവിലെ മുതൽ ഏതാണ്ട് 7 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ആളുകളെല്ലാം കൊല്ലുന്നത്. അപ്പോൾ ഇവൻ ഡ്രഗിനടിമയല്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ രാത്രി കാലങ്ങളിൽ ബൈക്കിൽ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്നു. അങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കണമെങ്കിൽ ഇവൻ ആരൊക്കെയോ ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് 65 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിട്ടും ഇന്ന് വരെ ആരും ആ പണം ചോദിച്ച് നേരിട്ട് ചെല്ലുന്നില്ല. പക്ഷേ വീട്ടിലെ ഒരു ബുക്ക് പരിശോധിച്ചപ്പോൾ 14 പേരിൽ നിന്ന് ഈ പണം വാങ്ങിയിട്ടുണ്ട്. പിതാവ് ഗൾഫിൽ നിന്ന് വന്ന് പറഞ്ഞ് എനിക്കറിയില്ല, 10-15 ലക്ഷം രൂപയുടെ കടത്തിൻ്റെ കാര്യം എനിക്കറിയുള്ളൂ. അപ്പോൾ ഏതൊക്കെയോ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും നാട്ടിൽ സജീവമാണ്. അവരുമായിട്ടൊരു പക്ഷേ ഇവർ ബന്ധമുണ്ടാകാം. അതുകൊണ്ടാണ് ഇവൻ്റെ ഉമ്മ പല കാര്യങ്ങളും വെളിപ്പെടുത്താത്തത്. അങ്ങനെ വ്യാഖ്യാനിച്ചുകൂടെ നമുക്ക്? അല്ല, നമ്മൾ വ്യാഖ്യാനിക്കുകയല്ല, അന്വേഷണം നടത്തണം എന്ന് നമുക്ക് പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണാണ്. അതെ, മജിസ്ട്രേറ്റ് കൊടുത്ത മൊഴിയാ. അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു സ്വാധീനം ഉമ്മയുടെ മുകളിൽ ഉണ്ട് എന്നുള്ളത്. ഉമ്മ ഈ കട്ടിലിൽ നിന്ന് വീണ് ഇങ്ങനെ പരിക്ക് പറ്റേണ്ടത് ഇയാൾ 5 പേരെ കൊന്ന് 6ാമത്തെ ഇരയെ ആക്രമിച്ചപ്പോഴാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ തന്നെ ഇവർക്ക് കട്ടിലിൽ നിന്ന് വേണമെന്ന് എന്താ നിർബന്ധം, വീണമെന്ന്. അപ്പോൾ അതത്ര വിശ്വാസയോഗ്യമല്ല അവരുടെ ആ മൊഴി. പോലീസും പറയുന്നുണ്ടത്. അത് വിശ്വാസയോഗ്യമല്ല. അവരങ്ങനെയാണ് മൊഴി കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ മുകളിൽ അവരോട് അത് അങ്ങനെ ആരോ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയാണ് നിങ്ങൾ മൊഴി കൊടുക്കേണ്ടത്. അത് ആശുപത്രിയിൽ പോയിട്ടും ആരെങ്കിലും ആവശ്യപ്പെട്ടിരിക്കാമല്ലോ. അതെ, ചിലപ്പോൾ ഭീഷണിയും ഉണ്ടാകാം. അങ്ങനെ ഇതിൽ ഈ കൊലപാതകങ്ങൾ നടന്നപ്പോൾ തന്നെ ഇത് അസാധാരണമായിരുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്തപ്പോഴും എനിക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, ഇയാൾ വളരെ ട്രെയിൻഡ് ആണെന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായത്. പരിശീലനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ പോത്തുകളെയൊക്കെ കൊലപ്പെടുത്തുമല്ലോ ചുറ്റിക കൊണ്ട് ആണെന്ന്. എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, ആളുകൾ പറഞ്ഞറിയുള്ളൂ. പക്ഷേ ഈ ചുറ്റിക കൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റിക കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ എങ്ങനെയാണ് ആളുകൾ ഇങ്ങോട്ട് പ്രതിരോധിക്കാതെ വകവരുത്തുക എന്നുള്ളതിനെപ്പറ്റി നല്ല ധാരണ, ഒരു പരിശീലനം ഇയാൾക്ക് കിട്ടിയതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ചുറ്റി കൊണ്ട് എവിടെയെങ്കിലും അടിച്ചാൽ പോരാ, അല്ലേ? പോരാ. അത് ഈ പുരികവും ഒക്കെ ചേരുന്ന, ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് അങ്ങനെ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. നെറ്റി ഭാഗത്തൊക്കെ ആയിട്ട് ഒറ്റ അടി കൊടുത്താൽ മതി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിലവിളിക്കാൻ പോലും പറ്റില്ല അപ്പോഴേക്കും, അല്ലേ? കാരണം ഇയാൾ കയറി ഇറങ്ങി പോകുന്നു, ആ മുത്തശ്ശിയെ കൊന്ന് തിരിച്ചു വരുന്നതൊക്കെ 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ നടക്കുകയാണല്ലോ. ഈ സിനിമയെ പറ്റി സ്വാധീനം എന്നൊക്കെ പറയുമ്പോൾ ഈ സിനിമയിലൊക്കെ ഈ 10-25 മിനിറ്റും അരമണിക്കൂറും ഒക്കെ സംഘടനകൾ കാണാം. ഇതിൻ്റെ ആവശ്യമൊന്നും സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഇല്ലല്ലോ. ഇത്രയും മതി എന്ന് ഇയാൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇത്രയും നിമിഷം മതി. മാത്രമല്ല ഇയാൾ കാമുകിയോട് മറ്റുള്ളവരെയൊക്കെ ഒന്നാമത് ഇയാളുടെ മൊഴിയുടെ പ്രശ്നം എന്താണെന്നറിയോ? വിശ്വാസ്യതയില്ല. മാറ്റി മാറ്റി പറയുന്നു. ബാപ്പ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാപ്പയ്ക്ക് 5 ലക്ഷം രൂപ അങ്ങോട്ട് അയച്ചു കൊടുത്തു, 65 ലക്ഷം രൂപ ഉമ്മയ്ക്ക് കടമുണ്ട്. അപ്പോൾ ബാപ്പ വന്നിട്ട്, റഹീം വന്നിട്ട് പറയുന്നത് ഒരു വിവരവും എനിക്കില്ല, എനിക്ക് ആരും പൈസയൊന്നും അയച്ചു തന്നിട്ടില്ല. മാത്രമല്ല ബാപ്പ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കാമുകി ഉണ്ടല്ലോ, കാമുകിയുടെ സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാനായിട്ട് 60,000 രൂപ ബാപ്പ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു കൊടുത്തായിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചിരുന്ന ആളാണ് ഈ അഫാൻ എന്നുള്ളതാണ്. അയാൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. കാരണം മറ്റൊരു കാര്യമുണ്ട്, ഈ ഷെമീന എന്ന് പറഞ്ഞ ഇവരുടെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മയുടെ ബന്ധുക്കൾ പറയുന്നത് ഇവൻ്റെ പ്രവർത്തനയിൽ അല്ലെങ്കിൽ ഇവൻ്റെ ശൈലിയിലൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. ഇവൻ അടുത്ത ബന്ധുക്കളുടെ കല്യാണ ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കില്ല. ഇനി നിർബന്ധിച്ചാൽ ആ ചടങ്ങിൻ്റെ സമയമാകുമ്പോൾ വരികയും ബന്ധുക്കളിൽ നിന്ന് പരമാവധി ഒരു അകലം പാലിക്കുകയും ചെയ്യും. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ സഹോദരൻ വേണം അല്ലെങ്കിൽ ഉമ്മ വേണം. അപ്പോൾ ഒരു അന്തർമുഖനാണെന്നുള്ളൊരു ചിത്രം വരുന്നു. പക്ഷേ രാത്രി ഇവൻ ബാഗ് എടുത്തുകൊണ്ട് ബൈക്കുമായിട്ട് പോയാൽ പിന്നെ പുലർച്ചെ വരുള്ളൂ. അപ്പോൾ അതല്ലല്ലോ കാര്യം.
അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ അവന് മടിയുണ്ടെങ്കിൽ പക്ഷേ അവന് വേറെ കുറച്ച് സൗഹൃദങ്ങൾ, കുറച്ച് ബന്ധങ്ങൾ പുറത്തുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഉമ്മ ഇപ്പോഴും തലയടിച്ച് താൻ താഴെ വീണയാണ്, തലയടിച്ച് താഴെ വീണയാണ്. ഈ തലയടിച്ച് താഴെ വീണ ഉമ്മയുടെ കണ്ണിന് താഴെ 7-8 സ്റ്റിച്ചുണ്ട്, വായ്ക്കുള്ളിൽ 13 സ്റ്റിച്ചോളം ഉണ്ട്. തലയടിച്ച് വീഴുന്ന ആൾക്ക് അത്രയും സംഭവിക്കും. അപ്പോൾ ഉമ്മ ഇവനെ രക്ഷിക്കുന്നതാണോ അതല്ലെങ്കിൽ രാത്രി ചുറ്റിത്തിരിഞ്ഞ് വരുന്ന മകനെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്നതാണോ? രണ്ടും ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലിസിറ്റ് എന്ന് പറയില്ലേ, അതായത് മകന് എന്തോ കാരണവശാൽ ഒത്താശ ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടിൽപ്പെട്ടൊരു ഉമ്മയാകാം അവർക്ക്. എങ്ങനെയാണ് ഈ 65 ലക്ഷം രൂപ? ഒന്നാമത് ഈ സിനുജി പറഞ്ഞ കഥയിൽ നിന്ന്, സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തന്നെ ഇയാൾക്ക് കടം കൊടുത്തില്ലെങ്കിൽ ഇയാൾ കൊന്നുകളയുന്നതാണല്ലോ. ഇയാളുടെ പക മനസ്സിൽ വെച്ചിട്ടില്ല. ഈ കടം ഒരാളുടെ അടുത്ത്, ഇപ്പം നമുക്ക് ഒരാളോട് ശത്രുതയുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഈ അഫാനെ വിളിച്ചിട്ടേ നീ പോയി അയാളോട് കടം ചോദിക്കുമെന്ന് പറഞ്ഞാൽ മതി, നമ്മുടെ ശത്രുവിന് ഇവൻ തട്ടിക്കോളും. ഈ അവസ്ഥയിലാണ് പോക്ക്. നമ്മൾ പത്രപ്രവർത്തനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അവസാന അഭിമുഖം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പത്രലേഖകർ ചില ആളുകൾ പ്രസിദ്ധീകരിക്കാറില്ലേ, ഇന്നയാൾ മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ അവസാന അഭിമുഖം തന്നത് എനിക്കാണ് എന്നുകൊണ്ട് ചില പത്രലേഖകര് എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. 3 മാസം മുമ്പൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇനി നമുക്ക് ആരെങ്കിലും തട്ടണം എന്ന് തോന്നിയാലെങ്കിൽ ഇവനെ അഭിമുഖത്തിന് അയച്ചാൽ മതി നമ്മുടെ ഒരു ശത്രുനെ എന്ന് പറഞ്ഞ പോലെയാണ്. ഇവനെ കൊണ്ട് കടം ചോദിപ്പിച്ചാൽ മതി, അപ്പൊ കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ തട്ടിക്കോളും എന്ന് പറയുന്ന പോലെ വിചിത്രമായ, അതാണ് ഈ രണ്ടുപേരെ കൂടി ഒരു ദിവസം. ഇത് പുള്ളിക്ക് ഒരു പ്രയാസമില്ല ആളുകളെ കൊല്ലുന്നത് ആലോചിക്കാനും അത് നിർവഹിക്കാനും. കൊല്ലുക മാത്രമല്ല, ക്രൂരമായിട്ട് കൊല്ലുന്നത്. 20 തവണയൊക്കെ ഒരു മനുഷ്യ ശരീരത്തിൽ ചുറ്റിവരച്ച് അടിച്ചാൽ ലത്തീഫിന്റെ ശരീരത്തിലും ഇല്ല 21. അതാണ്. അത്രയും ചെയ്തിട്ട് ഇവൻ എങ്ങനെയാണ് പിന്നെയും പുറത്തേക്ക് ഇറങ്ങി പോലീസിന്റെ അടുത്തൊക്കെ ഞാൻ ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് ഈ മറ്റു 2 പേരെ ഞാൻ ഒഴിവാക്കി എന്നാണ് ഇവൻ പറഞ്ഞത്. ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഗഡുക്കളായിട്ടാണ് കൊല്ലുന്നത്. അതിന്റെ ഇടയ്ക്ക് ബാറിൽ പോയി മദ്യപിക്കുന്നുണ്ട്, ചാർജ് പുള്ളി ഇടയ്ക്കിടയ്ക്ക് സ്വയം ചാർജ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഒന്നാമത് ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് 23 വയസ്സുള്ള ഒരാൾ? എന്തെങ്കിലും ഒരു ജോലി എടുക്കാം. ഞാൻ പലപ്പോഴും ആലോചിച്ചു, എത്രയോ ബംഗാളികളും മറ്റ് സംസ്ഥാനക്കാരും ഇവിടെ വന്ന് ഒരുപാട് ജോലി ചെയ്യുന്നു അല്ലേ? ജോലി എടുത്തല്ലേ ജീവിക്കേണ്ടത്? ജോലി എടുക്കാതെ പുള്ളിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിലെ സകല തീവ്രവാദികളും ജോലി എടുക്കാതെയാണ് ജീവിക്കുന്നത് ആണല്ലോ. പുറത്താണ് മുതലാളി. അത് റഹ്മാനിയോ ഇത് ഇവിടെ തന്നെ ഭാഷ എന്ന് പറഞ്ഞൊരുത്തന് വട്ടിയൂർക്കാവിലൊരു ചിന്ന വീടുണ്ടായിരുന്നു. എന്നിട്ട് ആ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തായിരുന്നു ചിന്ന വീട്. അയാൾ ഭാഷ എന്ന് പറഞ്ഞ ഭീകരൻ സഞ്ചരിച്ചിരുന്ന പോലീസ് എന്ന് ബോർഡ് വെച്ച ഒരു വാഹനത്തിലായിരുന്നു. എന്നിട്ട് കേന്ദ്ര ഏജൻസികൾ വന്നിട്ടാണ് ഈ പോലീസിന്റെ മൂക്കിന്റെ താഴെ നിന്ന് ഭാഷയെ പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ റഹ്മാനിയെ തുറന്നു വിട്ട ശേഷം അയാൾ വീണ്ടും സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുത്തനെ കണ്ടുപിടിച്ച് അയച്ചപ്പോൾ അയാൾ ആസാമിൽ വന്നു, ബംഗാളിൽ പോയി. അത് കഴിഞ്ഞ് അയാളെ പിടിച്ചത് കാസർഗോഡ് നിന്നല്ലേ? അതെ. അപ്പോൾ സ്ലീപ്പർ സെല്ലുകൾ ധാരാളമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഇയാൾ പറയുന്ന ഈ കൊലപാതകത്തിന്റെ കഥയും ഒന്നും ശരിയാകുന്നില്ല. ബാധ്യതയുടെ കഥ ബാപ്പ പറയുന്നതും, ബാപ്പ പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്, ബാപ്പയ്ക്ക് മനുഷ്യവികാരങ്ങളൊക്കെ ഉണ്ട്. ആ മറ്റേ സംസ്കരിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അദ്ദേഹം നിൽക്കുന്നതൊക്കെ കണ്ടില്ലേ? അതെ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ബാധ്യതകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാധ്യത 15 ലക്ഷം, ഉമ്മയ്ക്ക് ബാധ്യത ഉണ്ട് എന്ന് പറയുന്നത് 65 ലക്ഷമാണ്. അപ്പോൾ ഇവന് എപ്പോഴും കാശിൻ്റെ ആവശ്യമുണ്ട്. അതെ. ഇവൻ ബൈക്കും മേടിച്ചിട്ടുണ്ട് അടുത്ത കാലത്തല്ലേ? അതെ. ഇവന് കാശ് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ മറ്റേ അമ്മമാർ വാത്സല്യ നിധികളായിരിക്കുമല്ലോ. അപ്പോൾ ഉമ്മ ഇവന് വേണ്ടി കടം മേടിച്ചതായിരിക്കണം ഈ 65 ലക്ഷം രൂപയുടെ ബാധ്യത എന്ന് പറയുന്നത്. ഈ മറ്റൊരു കാര്യം സാറേ, അതായത് ഈ ഉമ്മുമ്മയെ ആദ്യം കൊല്ലുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് അവൻ്റെ വാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊല്ലുന്നു. എന്നിട്ട് ഈ ഇവൻ പങ്കുവെച്ചത് ഫർസാന എന്ന് പറഞ്ഞ ഇവൻ്റെ കാമുകിയോടാണ്. എന്നിട്ട് കാമുകിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ കാമുകി ഇവൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എടാ നീ ഈ കൊലപാതകം എല്ലാം നടത്തിയതിന് ശേഷം നമുക്കെങ്ങനെ സുഖമായി സ്വസ്ഥമായി ജീവിക്കാം? അപ്പോഴാണ് അവൻ ഈ റിയൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. ശരിയാണ്, നമ്മളെങ്ങനെ ജീവിക്കും? അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ഫർസാന എന്ന് പറയുന്ന കാമുകി എങ്ങനെ ജീവിക്കും? എനിക്ക് നീ ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് അവളെ തലക്കടിച്ച് കൊല്ലുന്നു. അപ്പോൾ അവൻ അതുവരെ മറ്റാരുടെയോ നിയന്ത്രണം. സിനിജി പറഞ്ഞതിൻ്റെ അകത്തുള്ള കുഴപ്പം എന്താണെന്നറിയാമോ?
ഈ ഫർസാന ഇവനോട് ഇങ്ങനെ പറഞ്ഞതിന് നമുക്കെന്താ തെളിവ്? അല്ല, പോലീസ് പറയുന്നതാണ് മനഃശാസ്ത്ര വിദഗ്ധരെന്തോ അനലൈസ് ചെയ്തപ്പോൾ ഇവൻ കാമുകിയോടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. കാമുകിയോട് ഇയാൾ പറഞ്ഞു എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടിയ കഥയാ? കാമുകി രണ്ടുപേരും നടന്ന സംഭാഷണമല്ലേ? അതെ, അതിലൊരാൾ മരിച്ചുപോയല്ലോ. അത് ഇവൻ പോലീസിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇയാൾ വിശ്വാസ്യത ഇല്ലാത്ത ആളാണ്. അതെ, അപ്പൊ ഇവൻ ഒന്നിനു പറയും ഒന്നായി കഥകൾ സൃഷ്ടിക്കുകയാണ്. നമ്മൾ ഇയാൾ പറയുന്നത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സാധാരണ പത്രങ്ങളിലും ചാനലുകളും പോലെ ഒരു വിശ്വാസയോഗ്യമായ കഥ പറയാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇയാൾ പറയുന്നത് വെച്ചിട്ട്. അപ്പം പോലീസിന്റെ അന്വേഷണം കൃത്യമായിട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതോ അവർ നമ്മുടെ അടുത്ത് വിവരങ്ങൾ മറച്ചു വെക്കുന്നതായിരിക്കും? പോലീസ് ശരിയായ കാര്യങ്ങൾ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? പോലീസുകാർ എലത്തൂരിലെ ട്രെയിൻ അപകടത്തിൽ ശരിയായ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചില കാര്യങ്ങളിൽ ചിലതൊക്കെ മറച്ചു പിടിക്കുന്നു എന്ന് തന്നെയാണ്. ഇയാളുടെ ആൻറ്റിസിഡൻസ് എന്താണ്? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഇയാൾ എവിടെയാണ് പോയിരുന്നത്? ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഇയാൾക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇയാൾക്ക് പൈസയുടെ വരവ് നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഇയാൾ BCom പഠിക്കാൻ പോയിട്ട് നിർത്തിയ ഒരാളാണ്, ഡ്രോപ്പ് ഔട്ടാണ്. പഠനത്തിൽ താല്പര്യമില്ല. അയാൾ നേരത്തെ എന്തിലെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടായിരുന്നിരിക്കാം. കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അത് നിലച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെയല്ലേ വരാനുള്ളത്? അപ്പൊ ബാധ്യത തുടങ്ങുകയാണ്. ജോലി ചെയ്ത് ശീലമില്ല. ഇയാൾ സ്ലീപ്പർ സെല്ലോ മറ്റോ ആണെങ്കിൽ ആ ജോലി ചെയ്താണല്ലോ ശീലം. അതൊരു ജോലിയല്ലല്ലോ. അതിന് മുതലാളി വേറെയാണല്ലോ. അവിടുന്ന് കൊല്ലിനും കൊലയ്ക്കും ഹിംസയ്ക്കുമാണ് പൈസ കിട്ടുക. അങ്ങനൊരു ഇതുണ്ടെങ്കിൽ, ലിങ്ക് ഉണ്ടെന്ന് ഞാൻ പറയല്ല. പോലീസ് അന്വേഷിക്കേണ്ടതാണല്ലോ. കാരണം ഇയാൾ ചെയ്ത കൊലയുടെ അകത്ത് ഒരു ട്രെയിൻഡായ ആൾ ആണ് എന്നുള്ളത് അത് പോലീസിന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണല്ലോ. മാത്രമല്ല, ഇപ്പോൾ ഈ ഉമ്മ ബോധത്തിലേക്ക് വരുമ്പം ആകെ ഈ ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചോദിക്കുന്നത് എൻ്റെ ഇളയ മകൻ എവിടെയെന്നാണ്. ഒരിക്കൽ പോലും അവർ ചോദിക്കുന്നില്ല ഇവൻ എവിടെയെന്ന്. മാത്രമല്ല, ഇവനെ ആശുപത്രിയിൽ ഒരു കട്ടിലിനോട് ചേർന്ന് ചങ്ങലയ്ക്കൊക്കെ ഇട്ടതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ അവിടെ കിടന്ന് ഭയങ്കര പരസ്പര വിരുദ്ധമായി ബഹളം വെക്കുന്നു, പിന്നെ ശാന്തനാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവൻ ചില പ്രവൃത്തി ചെയ്യുന്നതാണോ? ട്രെയിൻഡ് ആണെങ്കിൽ അതും ചെയ്യാമല്ലോ. അതൊക്കെ ചെയ്യാമല്ലോ. കാരണം അയാൾക്ക് ആ ഭാഗം മറച്ചു വെക്കാനല്ലേ പറ്റൂ. എനിക്ക് ഇന്നതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് ഇയാൾ തുറന്ന് പറയാൻ പോകുന്നില്ല. അന്വേഷണം വേറെ നടക്കണം. അത് പിന്നെ മറ്റേ ഫോൺ ഡാറ്റയില്ലേ ധാരാളം, അതുപോലെ അപ്പോൾ തിരിച്ചു പിടിക്കണം അല്ലേ? അതെ. അപ്പോൾ ആ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ടോ, അങ്ങനെ വല്ല ലിങ്കും ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ നിന്നേ അറിയുള്ളൂ. അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ആ ഭാഗം ഒട്ടും വ്യക്തതയില്ലാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വിവരം, കാരണം ഇപ്പോൾ ബാപ്പ എന്തായാലും ഇവനെ പൊളിച്ചു കഴിഞ്ഞു. ഇവൻ പറയുന്ന ഒന്നും അത് അപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ബാധ്യതയുടെ കാര്യം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് ആ പ്രശ്നം. ഞാൻ അന്ന് സിനുജിയോട് പറഞ്ഞാണ്, സാധാരണഗതിയിൽ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തിന് ആളുകൾ കടം കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ സമൂഹത്തിന് മുഴുവൻ കൊന്നെടുക്കണമല്ലോ, അല്ലേ? ഇതാണ് കഥയെങ്കിൽ ആ രണ്ടുപേരെ കൂടി കൊല്ലാനുണ്ടായിരുന്നു എന്ന് ഇവന്റെ മൊഴിയാണ്. അതും വിശ്വാസയോഗ്യമല്ല. ഇവൻ ചിലപ്പോൾ അതും കഥയുണ്ടാക്കുന്നതാണ്, കഥയായിരിക്കും. അപ്പോൾ ഇവൻ മനഃപൂർവ്വം പോലീസിനെ ഇങ്ങനെ വഴി തെറ്റിക്കണമെങ്കിൽ ഈ സാറ് പറയുന്നത് ട്രെയിൻഡാണ് ഇവൻ. കൃത്യമായി കൊല്ലാൻ ട്രെയിൻഡാണ്, ഇത്തരം കള്ളം പറഞ്ഞ് നിൽക്കാൻ ട്രെയിൻഡാണ്. മാത്രമല്ല, ഇവൻ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണ് ഇത് പരിശീലിച്ചത്. പക്ഷേ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് അവർ പ്രേരിപ്പിച്ചപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ ഇവൻ അവരോടുള്ള പക തോന്നിയപ്പോൾ ഇവൻ ആ പരിശീലനം മുഴുവൻ ഇവരുടെ തലയിൽ തീർത്തതുമാകാം. അങ്ങനെ സംഭവിച്ചു. അങ്ങനെയൊക്കെ വരാം. അവർക്കും ഇതിനെപ്പറ്റി ചിലപ്പോൾ ചില ഊഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതറിയണ്ട എന്നുള്ളതായിരിക്കാം. എന്തായാലും ആ ഒരു ആംഗിൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് അന്വേഷിച്ചതായിട്ട് നമുക്ക് വിവരമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.